എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആട്ടോ. വേറൊന്നുമല്ല, ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അലങ്കോലപ്പെട്ട് കിടക്കുന്ന സ്ഥലം ക്ലീനായി കിട്ടുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയല്ലേ. അപ്പോൾ അമ്മ ദേ രാവിലെ തന്നെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തേക്കാന്ന് വെച്ചു. ഞാൻ അടുക്കള കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ചിമ്മിനി അതുപോലെ തന്നെ സ്റ്റൗ ഒക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കിടക്കുന്ന ഈ രണ്ട് ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ രണ്ട് ഏരിയ വൃത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടുക്കളയിൽ ഏറ്റവും വലിയൊരു പണി ഒഴിഞ്ഞ പോലെ ഒരു ഫീലാണ് ഞാനുള്ളപ്പം. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ആദ്യം കയറി പിടിച്ചു കേട്ടോ. സ്റ്റൗ നീറ്റാക്കി എടുക്കുന്ന എൻ്റെ ആദ്യത്തെ ജോലി. അപ്പോൾ അത് ഞാൻ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തൊരു സാധനമാണ്. അപ്പം അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ അത് തന്നെ വീട്ടിൽ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ തീർന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അമ്മയ്ക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആ സ്റ്റൗ നീറ്റാക്കി എടുത്ത കേട്ടോ. ആ ലിക്വിഡ് വെച്ചിട്ട് എന്താണെങ്കിലും സംഭവം സെറ്റാണ്. പിന്നെ അത് വെച്ച് തന്നെ നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഇതേ ലിക്വിഡ് വെച്ച് ഞാൻ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നീറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ അടുത്ത് നമ്മുടെ അടുക്കളയിൽ തന്നെ ബെർത്ത് പോലെ ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി പെറുക്കി എടുത്തത് ഇതുണ്ടോ, നമ്മുടെ ചിമ്മിനെല്ലാം നീറ്റായിട്ട് വെച്ചിട്ടില്ലേ. ഇപ്പം തന്നെ ഈ രണ്ട് ഏരിയ എനിക്ക് വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അടുക്കളയിലെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് വന്നേ. ഫുൾ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്ത് പൊടിച്ച് വൃത്തിയാക്കിയിട്ട്, കസരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് പൊടി പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ടേബിളിൽ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാന്ന് വെച്ച് എനിക്ക് 2 ആമ്പൽപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഇതുപോലത്തെ ഉരുളി പോലത്തെ ഒരു സെറാമിക്കിൻ്റെ പോട്ടാട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആമ്പൽപ്പൂവൊക്കെ വെച്ച് നമ്മൾ ഡൈനിങ് ഏരിയ ഒന്ന് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിതേ ഡൈനിങ് ഏരിയയും കൂടെ നീറ്റാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ.